അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടൈപ്പ് മാസ്കിംഗ് എഫക്റ്റ് എങ്ങനെ ക്യാപ്കട്ടിൽ ഈസി ആയി ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇത് പ്രീമിയർ പ്രോയിൽ മാത്രമേ വർക്ക് ആവുന്നുള്ള വെറും തെറ്റാണ്. ഇത് ക്യാപ്കട്ടിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു 2 ക്ലിപ്പിൽ ട്രാൻസിഷൻ ആണ് എടുത്തിരിക്കുന്നത്. ഇത് പറഞ്ഞാൽ ഈ ഒരു ഭാഗം ഇവിടേക്ക് എത്തുമ്പോൾ ബ്ലറായി പോണതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തിൻ്റെ ഈ ഒരു വീഡിയോ ക്ലിപ്പ് നിൽക്കുക, കുറച്ച് സൂം ചെയ്യാം, എന്നിട്ട് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ക്യാപ്കട്ട് തന്നെയുള്ള ഫീച്ചറാണ് ഫ്രീസ് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഫ്രീസ് എന്നുള്ള ഓപ്ഷന് നിൽക്കുക. ഇപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റില്ല് കിട്ടും. ആ സ്റ്റില്ലിനെ നമുക്ക് ഓവർലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓവർലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സൂം ഔട്ട് ചെയ്യാം, എന്നിട്ട് ആവശ്യമുള്ള അത്രയും മതി. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 0.7 സെക്കൻഡാണ്. 0.6 സെക്കൻഡ് മതി. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം കിട്ടി. ഇങ്ങനെ പോയിട്ട് പിന്നെ സ്റ്റില്ലായിട്ട് പിന്നെ ഈ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു ഭാഗം കട്ടായി ബ്ലറായിട്ട് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ അതിന് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റ് ഈ ഒരു ഇത് നമുക്ക് കട്ട് ഔട്ട് ചെയ്യണം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് പോക്കണം. അപ്പം ക്യാപ്കട്ട് തന്നെയുള്ള ഫീച്ചറാണ് ഓട്ടോ റിമൂവൽ പറഞ്ഞിട്ട്. അപ്പോൾ അത് നോക്കിയാൽ നമുക്ക് ഓട്ടോ റിമൂവ് ആയി കിട്ടും. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഉഷാറായിട്ട് റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു ഇതിൽ കീ ഫ്രെയിം കൊടുക്കണം. ഇതിനു വേണ്ടി ഫസ്റ്റ് നമുക്കൊരു കീ ഫ്രെയിം കൊടുക്കാം. പിന്നെ കുറച്ച് സൂം ഔട്ട് ആക്കിയിട്ട് കുറച്ച് ഇങ്ങോട്ട് പോയിട്ട് ഒരു കീ ഫ്രെയിം കൂടി കൊടുക്കാം. ഇതിനടുത്തായിട്ട് ഒരു ഏകദേശം അളവ് നിങ്ങൾക്ക് ഊഹം വേണം. പിന്നെ ചെറുതായിട്ടൊന്ന് സൂം വലുതാക്കുക പിക്ചർ ഈ രണ്ടാമത്തെ കീ ഫ്രെയിമിൽ. പിന്നെ ഉള്ള കീ ഫ്രെയിമിൽ ലാസ്റ്റ് വരെ കൊടുക്കുക. ലാസ്റ്റത്തെ കീ ഫ്രെയിമിൽ ഇങ്ങോട്ടേക്ക് സൂമാക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ കീ ഫ്രെയിം കർവ് കൊടുക്കുക. അതേതാണെന്ന് വെച്ചാൽ ഇവിടെ കാണാം ഈസ് ഔട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈസ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ നിൽക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് ഈസ് ഇന്നും കൊടുക്കുക. നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇവിടെ ചെറിയൊരു കട്ടിങ് വന്ന് പൊന്തി പോയിട്ടാണ് ഇതിങ്ങനെ പോണത്. അപ്പോൾ ഇവിടെ നമുക്കൊരു പെർഫെക്ഷൻ കിട്ടാത്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ബ്ലറായി വരുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എഫക്ട്സ് പോയി ബ്ലർ ഓപ്ഷന് ആഡ് ചെയ്യുക. ഒക്കെ നമ്മൾ ബ്ലർ എന്നുള്ള എഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് കയ്യിനെ അതേ ഡ്യൂറേഷൻ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ബ്ലറായത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം ഒബ്ജക്റ്റ് പറഞ്ഞൊരു ഓപ്ഷന്. ഒബ്ജക്റ്റ് നിൽക്കുക, എന്നിട്ട് ഓവർലേ എന്നുള്ള നിൽക്കുക. അപ്പോൾ നിങ്ങൾ കാണാം ഓവർലേ ആണ് ഇപ്പോൾ ബ്ലറായത്. ഇനി ഇതിൽ കീ ഫ്രെയിം അഡ്ജസ്റ്റ്മെൻറ്റ് നിൽക്കാണ്ട് അതിനു വേണ്ടി നമുക്ക് ഇവിടെ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം കൊടുക്കുക. അതിൽ 0 ബ്ലറാണ്. ലാസ്റ്റ് ഒരു കീ ഫ്രെയിം കൊടുക്കുക, അതിൽ 100 ബ്ലറും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബ്ലറായി ഇങ്ങനെ പോകുന്നത് കാണാം. ഓക്കെ, ഇതാണ് ഒറിജിനൽ മാസ്കിംഗ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. എല്ലാവരും പ്രീമിയർ പ്രോ ചെയ്യുന്ന ട്രാൻസിഷൻ. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് എഫക്ട്സ് കൊടുക്കാം. റിമെമ്പറിങ് ഹൂഷോ അല്ലെങ്കിൽ സ്റ്റാർ മാജിക്കൽ ലൈറ്റ് സൗണ്ട് എഫക്ട്സോ ഇത് എന്തുവാണ് നിങ്ങൾക്ക് കൊടുക്കാം. ഇങ്ങനെയാണ് മാസ്കിങ് ചെയ്ത് ലാസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ കുറച്ച് സംഭവം കാണിക്കുന്നുള്ളൂ. ബട്ട് ഈ ഒരു ഇത് വീഡിയോക്ക് ഒരു ഇമ്പോസിബിൾ എഫക്റ്റ് ഇത് കൊണ്ടുവന്നൊരു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് പോകുമ്പോൾ തന്നെ ഒരു സിനിമാറ്റിക് ലുക്ക് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്നും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണാം. ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ എഡിറ്റർ ചങ്കിന് ഇത് ഷെയർ ചെയ്തെടുക്കുക. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.